CH മുസ്തഫ എന്ന് പറയുന്ന നമ്മളുടെ അഭിനവ പുരോഹിതൻ, ഞാൻ അദ്ദേഹത്തെ അഭിനവ പുരോഹിതൻ എന്ന് പറയാനുള്ള കാരണം, മുസ്തഫയോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ മുസ്തഫ ഈ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം പണ്ഡിതന്മാരെ ചീത്ത പറയാൻ വേണ്ടി പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ് പുരോഹിതന്മാരെന്നുള്ളത്. മാന്യമായിട്ട് ഒരു മനുഷ്യന് മുസ്തഫൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാം, അതിനോടാരും എതിരൊന്നുമല്ല. പക്ഷെ അത് മാന്യമായിട്ടുള്ള ഭാഷയിൽ പറയുന്നതിന് പകരം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെ മുഴുവൻ പുരോഹിതന്മാരായിട്ട് ചിത്രീകരിക്കുകയും താൻ തെളിഞ്ഞ പൗരോഹിത്യത്തിൻ്റെ യാതൊരു ചേരുവയും ഇല്ലാത്ത ആളായിട്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്നതാണ് മുസ്തഫയുടെ അവസ്ഥ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുസ്തഫ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ്റെ തന്നെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഈ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ബീഭത്സമായിട്ടുള്ള മുഖമാണ് മുസ്തഫ മുമ്പോട്ട് വെക്കുന്നത് കാണാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. വിശ്വാസികളെ, ഈ സന്യാസിമാരിലും പുരോഹിതന്മാരിലും വലിയൊരു വിഭാഗം മനുഷ്യരുടെ സമ്പത്ത് അന്യായമായി തിന്നുമുടിക്കുന്നു എന്നാണ്. ഇത് മുസ്തഫക്ക് ബാധകമാണോ? നമ്മൾ പരിശോധിച്ച് നോക്കാം. മുസ്തഫ ജീവിച്ചു പോരുന്നത്, മുസ്തഫ ഇന്ന് ജീവിക്കുന്ന രീതിയിൽ ജീവിച്ചു പോരുന്നത് ഏത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എവിടെ നിന്നാണ് മുസ്തഫക്ക് ഈ വരുമാനം കിട്ടുന്നത്? അപ്പോൾ മുസ്തഫ പറയും താൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള കാശ് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് അപ്പോൾ ചോദ്യം വരും. കാരണം മുസ്തഫക്ക് ഒരു തൊഴിലുമില്ല, മുസ്തഫ അത്രമാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുമല്ല. എന്നിരിക്കെ മുസ്തഫക്ക് ഈ ഖുർആൻ അകമ്പൊരുളിൻ്റെ പോലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ എവിടെ നിന്ന് കാശ് കിട്ടി? അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കയ്യാളുക, അവിടെ തിന്നാന്ന് പറയുമ്പോൾ കേവലം തിന്നുമുടിക്കൽ മാത്രമല്ലല്ലോ, അത് കയ്യാളാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സമ്പത്ത് കയ്യാളാൻ മുസ്തഫക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടിയത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ മുസ്തഫ സ്വയം പുരോഹിതനായി എഴുന്നള്ളിക്കൊണ്ട് ആ പൗരോഹിത്യത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുകൊണ്ട്, പിന്നെ അതേ അവസരം തന്നെ പുരോഹിതൻ്റെ മറ്റേ സവിശേഷത ഉണ്ട്, ഒരിക്കലും സത്യം പറയാൻ തയ്യാറാവില്ലാന്നുള്ളതാണ്. തൻ്റെ ആശയങ്ങൾ ഖുർആനുമായിട്ട് അല്ലെങ്കിൽ വേദഗ്രന്ഥവുമായി വെച്ച് കെട്ടിയിട്ട് അതിനൊക്കെ വേദത്തിൽ നിന്ന് തെളിവുദ്ധരിക്കാനാണ് പുരോഹിതൻ ചെയ്യുക. ആ പൗരോഹിത്യത്തിൻ്റെ സ്വഭാവമാണ് മുസ്തഫ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 62-ാമത്തെ ആയത്തിനെ തൻ്റെ സർവ്വവേദ സത്യവാദത്തിൻ്റെ തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് പോലും. കാരണം ആ ആയത്തിൽ വേദത്തെ സംബന്ധിച്ച് ഒരു പരാമർശമില്ലാണല്ലോ. അവിടെ തൗറാത്തിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല, ഇഞ്ചീലിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല, ഖുർആനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. ഇന്ത്യയിലെ വേദങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ വേദങ്ങളെ സംബന്ധിച്ചോ ഒരു പരാമർശവും അവിടെ ഇല്ല. അവിടെ മതവിഭാഗങ്ങളെ സംബന്ധിച്ചാണ് പരാമർശമുള്ളത്. ഇന്നല്ലദീന ആമനു, അവിടെ ആമനു പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകളാണ്. അവർ ശരിക്ക് വിശ്വാസികളാവാം, അല്ലെങ്കിൽ വാദം ഉന്നയിക്കുന്ന ആളുകളും ആവാം. ഞങ്ങൾ വിശ്വാസികളാണെന്ന് വാദിക്കുന്ന ആളുകളാവാം. രണ്ടാമത്തേത് യഹൂദനാണ്, വല്ലദീന ഹാദു. അവിടെ വേദമാണ് പറയുന്നതെങ്കിൽ തൗറാത്തിനെ സംബന്ധിച്ചാണ് പരാമർശിക്കേണ്ടത്. മൂന്നാമത്തേത് ക്രിസ്ത്യാനികളാണ്, അതും മതവിഭാഗമാണ്, അവരെ സംബന്ധിച്ചും അവിടെ വേദമാണ് പറയണമെങ്കിൽ ഇഞ്ചീലിനെ സംബന്ധിച്ച് പരാമർശിക്കണമായിരുന്നു. പിന്നുള്ളത് സാബികളാണ്. സാബികൾ എന്ന് പറയുന്നത് അവർക്ക് വല്ല വേദമുണ്ടോയെന്ന് പോലും കൃത്യമായി പറയാൻ പറ്റില്ല. അവർ ഏത് വിഭാഗമാണ് എന്നത് പോലും പണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അത്തരം വിഭാഗത്തെ സംബന്ധിച്ച് മക്കയിലെയും മദീനയിലെയും ഒക്കെ ആളുകൾക്ക് അറിയുമായിരുന്നിരിക്കാം. പക്ഷേ അതാരാണെന്ന് വ്യക്തമല്ലാതെ പിന്നീട് അവഗണിക്കപ്പെട്ടു പോയതുകൊണ്ട് സംഭവിച്ചതാവാം. ഇനി വേണമെങ്കിൽ ലോകത്തുള്ള ഏത് മതവിഭാഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഒന്നും വേദത്തെ സംബന്ധിച്ച് ഒരു പരാമർശമില്ലാതിരിക്കെ തന്നെയാണ് മുസ്തഫ ഇത് ഏത് വേദവും സത്യമാണ് എന്നതിന് തെളിവായിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ.
ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആനാണല്ലോ. ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വെച്ച് പുലർത്തേണ്ട വിശ്വാസം എന്താണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരാമർശിച്ചതുപോലെയാണോ ആ വേദങ്ങളിൽ പരാമർശമുള്ളത്? എല്ലാ മതവിഭാഗങ്ങളും വിശുദ്ധ ഖുർആൻ പരാമർശിച്ച അതേ വിശ്വാസമാണോ അള്ളാഹുവിനെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച് വെച്ച് പുലർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഖുർആന് പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് ഖുർആൻ തന്നെ വിശദീകരിച്ചിരിക്കണം. അപ്പോഴേ എന്താണ് പരലോകം, ആരാണ് അള്ളാഹു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തൗറാത്തോ ഇഞ്ചീലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ 4 വേദങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ഐതിഹ്യങ്ങളോ ഒക്കെ സ്വീകരിച്ചോന്നും ഖുർആൻ ഒരിക്കലും പറയാൻ പറ്റൂല. ഖുർആൻ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളതുമല്ല. അതേപോലെ തന്നെയാണ് അമില സാലിഹൻ, എന്താണ് സൽക്കർമ്മം എന്നുള്ളത് ഖുർആൻ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഒരു സൽക്കർമ്മം അത് സൽക്കർമ്മമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഉപാധി എന്താണ് എന്ന് പറയേണ്ടതുണ്ട്. അത് പറയാതെ ഖുർആൻ വിട്ടാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ അതിന് നിലപാടില്ല എന്നാണ് വരിക. അതും പറ്റൂല. അങ്ങനെ അപ്പോൾ ഈ മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ, ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്ത് പറയുന്നു എന്ന് ഒരിക്കലും തന്നെ പറയാൻ മുസ്തഫ തയ്യാറാവാറില്ല എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞാൽ മുസ്തഫൻ്റെ കള്ളി പൊളിയും. മുസ്തഫ പറയുന്നതൊക്കെ തനി വിഡ്ഢിത്തമാണെന്നും അത് ഖുർആനിക വിരുദ്ധമാണെന്നും അല്പമൊക്കെ മാന്യതയും അതുപോലെ തന്നെ നിഷ്പക്ഷതയുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഏത് മനുഷ്യരും അത് അംഗീകരിക്കും. പക്ഷേ മുസ്തഫ അതിന് തയ്യാറാവില്ല. മുസ്തഫ അകമ്പൊരുളിൽ തൻ്റെ ഖുർആൻ പരിഭാഷ എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള ഖുർആൻ്റെ അകമ്പൊരുളിൽ പോലും ഈ കാര്യം ആ നിലക്ക് വിശദീകരിച്ചിട്ടില്ല എന്നാണ്. അതായത് വിശുദ്ധ ഖുർആൻ പറയുന്ന അള്ളാഹുവിനുള്ള വിശ്വാസം എന്താണ്, പരലോകത്തിലുള്ള വിശ്വാസം എന്താണ്, അമൽ സാലിഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അവിടെ എവിടെയും പറയുന്നില്ല. അതിന് മോക്ഷ സിദ്ധാന്തത്തിൽ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവിടെയും പറയില്ല. പിന്നെ ഏത് പുസ്തകത്തിലാണ് മുസ്തഫയുടെ വല്ല പ്രസംഗത്തിലും അത് പറയുന്നുണ്ടോ? അതും പറയില്ല. ആകെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഈ ആയത്തും സൂറത്ത് മായിദയിലെ സമാനമായിട്ടുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുസ്തഫക്ക് ആകെ പറയാനുള്ളത് ഈ ആയത്തുകൾ ഏത് വേദം സ്വീകരിച്ചാലും ഏത് മതം സ്വീകരിച്ചാലും അവർക്കൊക്കെ മോക്ഷമുണ്ട് എന്ന് പറയുന്നു എന്നിങ്ങനെ വടായി പറയാം, തൊള്ളവടായി പറയാമെന്നത് മാത്രമാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുസ്തഫയുടെ ഈ പ്രയോഗം അല്ലെങ്കിൽ സമീപനം തന്നെ തനി പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ജുഗുപ്സാവഹമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിരിക്കെയാണ് മുസ്തഫ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആദ്യം മുസ്തഫ ചെയ്യേണ്ടത് താൻ എന്താണ് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളത് എന്ന് ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയണം. അതുതന്നെയും ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങൾ അത്രയും എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് മുസ്തഫ പറയുന്നതെങ്കിൽ മുസ്തഫയുടെ ഈ വാദഗതിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഖുർആൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ തള്ളപ്പെടേണ്ടതും തനി വിഡ്ഢിത്തങ്ങളുമാണ് എന്ന് ബോധ്യമാവാൻ ഒരു പ്രയാസമില്ല ഉള്ളതാണ്. പക്ഷേ മുസ്തഫ അതിന് മെൻകെടൂല. മുസ്തഫയുടെ പ്രസംഗത്തിൽ ഒരിടത്തു പോലും മുസ്തഫക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന ചില ആയത്തുകൾ ഉദ്ധരിക്കുക എന്നതിന് കവിഞ്ഞ് മറ്റ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സംഗതികളെ സംബന്ധിച്ചും അതുപോലെ കുഫർ, ഷിർക്ക്, പരലോകത്തുള്ള രക്ഷാശിക്ഷകൾ തുടങ്ങിയുള്ള സംഗതികളെ സംബന്ധിച്ചൊക്കെ ഖുർആൻ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആയത്തുകളൊന്നും എന്തേ മുസ്തഫ കാണാതെ പോയത്? കേവലം ഖുർആനിലെ 2 ആയത്തുകൾ, അതായത് സൂറത്ത് ബഖറയിലെ 62-ാമത്തെയും മാഇദയിലെ 69-ാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ആയത്ത് മാത്രമല്ലല്ലോ ഖുർആനിലുള്ളത്. ഈ ആയത്തുകൾ പോലും അതിൻ്റെ മുമ്പും പിമ്പും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സംഗതി എന്താണ്? അവിടെ നമുക്ക് ബോധ്യമാവും മുസ്തഫ പറയുന്ന
ഈ കാര്യങ്ങളൊക്കെ അബദ്ധമാണ് എന്നിരിക്കെയാണ് മുസ്തഫ മറ്റുള്ളവരെ പുരോഹിതന്മാരായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്ത് ബഖറയിലെ ഈ 62-ാമത്തെ ആയത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ മറ്റ് ഭാഗങ്ങളുമായിട്ട് അതെങ്ങനെയാണ് തുലനം ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ മുസ്തഫ മറ്റുള്ളവരെ പുരോഹിതന്മാരായി ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ജുഗുപ്സാവഹമായിട്ടുള്ള സ്വഭാവം പേറുന്ന ആളാണ് മുസ്തഫ എന്നതിന് മുസ്തഫയുടെ തന്നെ വാക്കുകളും സമീപനങ്ങളും സാമ്പത്തിക രംഗത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ അതിന് തെളിവാണ് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ.